ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ സവിശേഷതകളും അവരുടെ വിജയങ്ങളും നോക്കാം. പൂരുരുട്ടാതി നക്ഷത്ര ജാതകരായ ആളുകൾ വളരെയധികം സമാധാനപ്രിയരും ബുദ്ധിമാന്മാരുമാണ്. നിങ്ങളുടെ പെരുമാറ്റം തിരിച്ചുവിടാൻ കഴിയാത്തതാണ്. കൂടാതെ ഒരു ലളിതമായ ജീവിതം നിങ്ങൾ പരിപോഷിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വളരെയധികം ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. കൂടാതെ ധർമാനുഷ്ഠാനങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം താല്പര്യമുള്ള നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ ഹൃദയം വളരെയധികം ശുദ്ധമാകിയാൽ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാൻ മനസ്സുള്ള ആളുകളാണ്. ഭൗതികമായ സമ്പത്തിനേക്കാൾ കൂടുതൽ ഉന്നതമായ കീർത്തിയും ഉത്തമ വിശ്വാസവും സമ്പത്തും നിങ്ങൾക്കുണ്ടായിരിക്കും. വളരെയധികം സത്യം പറയുകയും സത്യസന്ധമായി ഇരിക്കുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ വളരെ വലിയ ഗുണമാണ്. അതായത് സത്യസന്ധനാവുകയാൽ അസത്യത്തിൽ നിന്നും തരം താണ സൂത്രപ്പണികളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നതാണ്. ഏതു സാഹചര്യത്തിലും നിങ്ങൾ നിരാശനാവുകയില്ല. എന്തെന്നാൽ നിങ്ങൾ എപ്പോഴും ശുഭാപ്ത വിശ്വാസിക്കാരായ ആളുകളാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാൻ സന്മനസ്സുള്ള ആളുകളാണ് ഈ പൂരുരുട്ടാതി നക്ഷത്ര ജാതകർ. നിങ്ങൾ വളരെയധികം സംസ്കാരമുള്ളവരും സഹൃദയനുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അത്യധികം സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും മറ്റുള്ളവരുമായി വളരെയധികം സൗഹൃദത്തിലാകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സുഹൃത്ത് ബന്ധത്തിൽ സത്യസന്ധതയുടെയും വിവേകത്തിൻ്റെയും നല്ല ശ്രദ്ധ പുലർത്തുന്ന ആളുകളാണ്. നിഷ്കളങ്കമായ സ്വഭാവത്തോടെ നിങ്ങൾ ഹൃദയം കൊണ്ട് പരിശുദ്ധമാണ്. കൂടാതെ ഒരിക്കലും മറ്റുള്ളവരെ ചതിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളല്ല. നിങ്ങളുടെ വ്യക്തിത്വത്തിലെ ഈ പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രം ആളുകൾ നിങ്ങളെ വിശ്വസിക്കും. വിദ്യാഭ്യാസത്തിൻ്റെയും ബുദ്ധിയുടെയും കാഴ്ചപ്പാടിൽ ചിന്തിച്ചാൽ നിങ്ങൾ തീർത്തും ബുദ്ധിമാനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാഹിത്യത്തിൽ വളരെയധികം താല്പര്യമുണ്ടാകും. ഇതിനു പുറമെ നിങ്ങൾക്ക് സയൻസ്, ജ്യോതിഷശാസ്ത്രം, ജ്യോതിഷം എന്നിവയും നിങ്ങളുടെ താല്പര്യത്തിൽ പെടുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ വിദഗ്ധനാകുവാനും സാധിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ തിരിച്ചുവിടാൻ പറ്റാത്ത വിധം വയ്ക്കുന്നു. ആത്മീയത കൂടാതെ തന്നെ നിങ്ങൾക്ക് വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള മികവും അറിവുമുണ്ടാകും. അതോടൊപ്പം തന്നെ ജ്യോതിഷം നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ആളുകളാണ്. നിങ്ങൾ ഒരു ആദർശവാദിയായിരിക്കും. കൂടാതെ നിങ്ങൾ പണത്തേക്കാൾ കൂടുതൽ അറിവിന് പ്രാധാന്യം നൽകുന്ന ആളുകളാണ്. ജീവിത മാർഗത്തിനായി ജോലിയും ബിസിനസ്സും രണ്ടും നിങ്ങൾക്ക് അനുകൂലമാണ്. ജോലിയേക്കാൾ കൂടുതലായി നിങ്ങൾക്ക് ബിസിനസ്സിന് മുൻഗണന നൽകുന്ന ആളുകളാണ്. കൂടാതെ ജോലിയിൽ നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനമാനങ്ങളും വന്നുചേരും. നിങ്ങൾ ബിസിനസ്സിനായി പോയാൽ അത് വളരുവാനായി നിങ്ങൾക്ക് എല്ലാവിധ പരിശ്രമവും നിങ്ങൾ തുടരുന്നതാണ്. നിങ്ങൾ പങ്കാളിത്ത ബിസിനസ് ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ്. ഉത്തരവാദിത്തങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾ അവ നന്നായി മനസ്സിലാക്കുകയും നിങ്ങളുടെ കർത്തവ്യങ്ങൾ സത്യസന്ധമായി ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. വിപരീതമായ ചിന്തകൾ നിങ്ങളെ ഭരിക്കുവാൻ നിങ്ങൾ ഒരു രീതിയിലും അനുവദിക്കുന്ന ആളുകളല്ല. കൂടാതെ തന്നെ ധൈര്യത്താൽ മുൻകൈയെടുത്ത് നിങ്ങൾ വിപരീതമായ സാഹചര്യങ്ങളിൽ നിന്നും പുറത്തു വരുന്നതാണ്. നിങ്ങളുടെ പേര് നേടുന്നതിനായി നിങ്ങൾ ധൃതിപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുകയോ ആസൂത്രണം ചെയ്യുന്നതിനായി ധാരാളം സമയം എടുക്കുകയോ ചെയ്യുന്ന ആളുകളല്ല. വിദ്യാഭ്യാസപരമായും വരുമാനപരമായും നിങ്ങൾ വളരെയധികം ബുദ്ധിമാനായാണ് ജനിച്ചത്. കൂടാതെ ഏത് മേഖലയിലും നിങ്ങൾക്ക് വിജയക്കൊടി പാറിക്കുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ്. നിങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗത്തിലാണെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിൽ നിന്നും അപ്രതീക്ഷിത ഗുണങ്ങളും സ്ഥാനക്കയറ്റങ്ങളും വന്നു ചേരും. സാമൂഹികമായും സാമ്പത്തികമായും ഒരു സ്വതന്ത്ര ജീവിതം നയിക്കുവാൻ നിങ്ങൾ പ്രാപ്തരായിട്ടുള്ള നക്ഷത്രക്കാരാണ്. 24 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള വയസ്സിൽ നിങ്ങൾ പുരോഗതിയുടെ അതിശയകരമായ സമയം അനുഭവിക്കുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകരായ ആളുകൾക്ക് അനുകൂലമായ തൊഴിൽ മേഖലകളാണ് സർജൻ, സാഹസിക കഥാരചന,
പുരോഹിതൻ, ജ്യോത്സ്യൻ, യോഗ പരിശീലകൻ, സൈക്കോ അനലിസ്റ്റ്, രാഷ്ട്രീയക്കാർ, ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ആളുകൾ, സൈനികൻ, എൻകൗണ്ടർ വിദഗ്ധൻ, വെൽഡിംഗ്, ബ്ലാക്ക് സ്മിത്ത്, ഗോൾഡ് സ്മിത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ, ഫാർമസ്യൂട്ടിക്കൽ ജോലികൾ മുതലായവ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലവും വളരെയധികം ഇഷ്ടപ്പെട്ടതുമായ ജോലികളാണ്. നിങ്ങളുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറവ് മാതൃസ്നേഹം ലഭിക്കുന്ന ആളുകളാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമ്മയിൽ നിന്നുള്ള വേർപെടൽ ആകാം. എന്നാൽ നിങ്ങളുടെ വിവാഹ ജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കും. ഭാര്യ നിങ്ങളുടെ വളരെയധികം ബുദ്ധിമതിയും കർത്തവ്യനിരതയുമായിരിക്കും. നിങ്ങളുടെ കുട്ടികളിൽ നിന്നും നിർവൃതി പൂർണ്ണമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൊല്ലവർഷം 1200 പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ വർഷഫലമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം 7 ശനിയുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതിനാൽ അനാവശ്യമായ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് ജീവിതത്തിൽ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകും. വേണ്ടപ്പെട്ടവർ തള്ളിപ്പറയുന്ന അവസ്ഥ വന്നുചേരും. ഉദരം, ത്വക്ക്, കാൽമുട്ട് രോഗങ്ങൾ കൂടുകയും ആരോഗ്യം മോശമാകുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ബലി ഇടേണ്ട അവസ്ഥ വന്നുചേരും. കുംഭരാശിയിലെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ചാരവശാൽ രാഹു കേതു സഞ്ചാരം മൂലം ജീവിത പങ്കാളിയുമായി പിരിയുവാനോ നഷ്ടങ്ങൾ ഉണ്ടാകുവാനോ സാധ്യതയുണ്ട്. മീനരാശിയിലെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ശനി നിൽക്കുന്നത് നഷ്ടസ്ഥാനത്തായതിനാൽ ധനഹാനി, മനോദുഃഖം, ഭൂമി നഷ്ടം, തസ്കര ഭയം, ആലോചനയില്ലാത്ത പ്രവൃത്തികൾ മൂലം ദോഷാനുഭവങ്ങൾ, യാത്രയിൽ അപകടം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. വ്യാഴത്തിന്റെ സഹോദര സ്ഥാനത്തുള്ള സഞ്ചാരം സഹോദരൻ മൂലം ദോഷം, കുടുംബവക സ്വത്തിൽ കേസുവഴക്കുകൾ എന്നിവയുണ്ടാകുവാനും ഇടയുണ്ട്. ചിങ്ങരാശിക്കാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സന്താനങ്ങളുമായും പങ്കാളിയുമായും അസ്വാരസ്യങ്ങൾ ഉടലെടുക്കും. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി പിണങ്ങേണ്ട സാഹചര്യം വന്നുചേരും. ധനക്ലേശം, യാത്രാക്ലേശം എന്നിവ വർദ്ധിക്കുന്നതാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലം തന്നെയാണ്. അടുത്തത് കന്നി രാശിക്കാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർ. നിർബന്ധ ബുദ്ധി കാരണം പല നാശനഷ്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. ചുമ, അഗ്നിഭയം എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ്. ധനക്ലേശം, മാനസികമായ ബുദ്ധിമുട്ടുകൾ, വ്യവഹാര പരാജയം എന്നിവ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. അടുത്തത് തുലാം രാശിക്കാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് മാനസികമായി വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ട അവസ്ഥ വന്നു ചേരും. വേണ്ടപ്പെട്ട നിങ്ങളുടെ ആൾക്കാരുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുവാനും വിരോധത്തിൽ ആയിത്തീരുവാനുമുള്ള അവസ്ഥ വന്നു ചേരും. ഭാര്യ ഭർത്തൃ കലഹം, തൊഴിൽ ക്ലേശങ്ങൾ, കുടുംബത്തിൽ ആർക്കെങ്കിലും ബലിയിടേണ്ടതായ അവസ്ഥ എന്നിവയുണ്ടാകുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുക. വാഹന ഭാഗ്യം, പുതിയ വീട് എന്ന ആഗ്രഹം സഫലമാകും. സ്വന്തമായി ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയും അതിൽ വിജയിക്കുകയും നിങ്ങൾ ചെയ്യുന്നതാണ്. ശത്രുക്കളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തുന്ന സ്ഥിതിവിശേഷം വന്നു ചേരും. സർക്കാർ തലത്തിൽ ജോലിയിലിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരും. അടുത്തത് ധനുരാശിയിലുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ കാലമായി പിണങ്ങിയിരുന്ന ബന്ധുക്കൾ തമ്മിൽ രമ്യതയിൽ എത്തുവാനുള്ള സാഹചര്യം വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ രോഗാദി ദുരിതങ്ങളും മാറി ശരീരസുഖം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ വളരെയധികം അഭിവൃദ്ധി, ധനനേട്ടം, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിൽ വരിക, വ്യവഹാര വിജയം എന്നിവയെല്ലാം വന്നു ചേരുന്നതാണ്. മകരം രാശിക്കാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് നല്ലത് ചെയ്താലും ദോഷാനുഭവങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഭാഗ്യഹാനി എന്നിവ അനുഭവപ്പെടും. എന്നാൽ ചിലർക്ക് വ്യവഹാര വിജയം, ശത്രുഹാനി, ഭൂമി ലാഭം, ആരോഗ്യം, ഭാര്യ ഭർത്തൃ ഐക്യം എന്നിവ വന്നു ചേരും. വളരെ നാളുകളായി സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയും വഴിപാടുമായി നടത്തിയ ആളുകളാണ് നിങ്ങളെങ്കിൽ
നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും. കുംഭരാശിക്കാരായ പോരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കൃഷിയിലും ബിസിനസ്സിലും വളരെയധികം തിരിച്ചടികൾ വന്നു ചേരുന്ന സമയമാണ്. വിഭവ നാശം, കടബാധ്യത എന്നിവയുണ്ടാകും. നേത്ര സംബന്ധമായി അസുഖങ്ങൾ, യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകുവാനും മുറിവ്, ചതവ്, ഒടിവ് ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. കാൽമുട്ടുകൾക്ക് പ്രശ്നമുള്ളവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. അടുത്തത് മീനരാശിക്കാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി ദുർപ്രവൃത്തികൾ ചെയ്യുവാനും അതുവഴി മാനഹാനിയും ധനനഷ്ടവും സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നേത്ര സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ കൃത്യസമയത്ത് മരുന്നുകൾ കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ രോഗം വളരെയധികം വഷളാകുവാൻ സാധ്യതയുണ്ട്. തലവേദന, ശിരോരോഗം, ത്വക്കുരോഗം ഇവ വരുവാനും ഇടയുള്ള സമയമാണ്. മേടരാശിക്കാരായ പോരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും മാറി ധനലാഭവും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശോഭയും അഭിവൃദ്ധിയും വന്നു ചേരും. വ്യവഹാര വിജയം, ശത്രുക്കളുടെ മേൽ ജയം, ആടയാഭരണ ലബ്ധി, നവീന ഗൃഹയോഗം, ബന്ധുജനങ്ങളുമായി വളരെയധികം രമ്യതയിൽ കഴിയുക, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളി, സന്താനം എന്നിവരുമായി വളരെയധികം ഐക്യത്തിൽ ജീവിക്കുക എന്നിവ സംഭവിക്കുന്നതാണ്. ഇടവരാശിക്കാരായ പോരുരുട്ടാതി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കാതെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ വൻ അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. കുടുംബ ബന്ധുജനഹാനി, ധനനഷ്ടം എന്നിവ ഉണ്ടാകുന്നതാണ്. ചിലർക്ക് സന്താനങ്ങളെ കൊണ്ട് ഗുണം, പുതുവർഷം എന്നിവ വന്നു ചേരും. മിഥുന രാശിക്കാരായ ആളുകൾക്ക് അടുത്ത ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ അഭിപ്രായ വ്യത്യാസം വളരെയധികം രൂക്ഷമാകും. ഭാര്യ ഭർത്തൃ വിരഹം അല്ലെങ്കിൽ ഐക്യതക്കുറവ്, ചിലർക്ക് അന്യസ്ത്രീ ബന്ധം മൂലം മാനഹാനി, ധനനാശം എന്നിവ ഭവിക്കുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ട് ദോഷഫലങ്ങൾ വളരെയധികം വന്നു ചേരും. കർക്കിടക രാശിക്കാരായ പോരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം ശത്രുതയിൽ ആകുക, കുടുംബത്തിൽ അനിഷ്ടങ്ങൾ നടക്കുക, എന്തെല്ലാം ഉണ്ടായാലും അവ ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ജീവിത പങ്കാളിക്ക് രോഗാദി ദുരിതങ്ങൾ ഉണ്ടാകുക, മനസ്വസ്ഥത കുറയുക, പദവിയിൽ ഇളക്കം സംഭവിക്കുക, വ്യവഹാര പരാജയം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. വ്യാഴമാറ്റം 2025 മെയ് 15 മുതൽ 2026 ജൂൺ 2 വരെ കുംഭരാശിയിലെ പോരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ വളരെയധികം അഭിവൃദ്ധി, എവിടെയും മാന്യത, വാഹന ഭാഗ്യം എന്നിവയുണ്ടാകും. മീനരാശിയിലെ പോരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം, വാഹന ഭയം എന്നിവ ഉണ്ടാകുന്നതാണ്. ശനിമാറ്റം 2025 മാർച്ച് 29 മുതൽ 2027 ജൂൺ 3 വരെ കുംഭരാശിക്കാരായ പോരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വ്യവഹാര പരാജയം, ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം എന്നിവയും, മീനരാശിക്കാരായ പോരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് വിഷഭയം, അഗ്നിമൂലം ദോഷങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ്. രാഹു കേതു മാറ്റം 2025 മെയ് 18 മുതൽ 2026 ഡിസംബർ 5 വരെ അവിഹിതമായ കാര്യങ്ങളിൽ താല്പര്യം കൂടുവാനും ശത്രുക്കളെ ആകർഷിക്കുവാനുമുള്ള പ്രവണത നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നക്ഷത്രത്തിന്റെ സാമാന്യ ഗ്രഹനിലയ്ക്കനുസൃതമായാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാർഷിക ഗണിതഫലം. നിങ്ങൾ ഓരോരുത്തരുടെയും കൃത്യമായ ജന്മഗ്രഹനിലയ്ക്കും ജന്മശിഷ്ടത്തിനും ദശ അപഹാര സമയത്തിനുമനുസരിച്ച് അനുഭവയോഗത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കും. നിങ്ങളുടെ ഗ്രഹനിലയ്ക്ക് പുറമെ മാതാപിതാക്കൾ, പങ്കാളി, കുട്ടികൾ എന്നിവരുടെ ജാതക ഫലമനുസരിച്ചും ഈ പൊതുപ്രവചനത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. ജാതകത്തിൽ പങ്കാളിയുടെയും സഹോദരന്റെയും സ്ഥാനം നോക്കി പരിഹാരം ചെയ്തില്ലെങ്കിൽ ചില വൻപൻ നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ബുധ, ശുക്ര, ചന്ദ്രദശ നടക്കുന്ന ആളുകൾ പരിഹാരം കൃത്യമായും അനുഷ്ഠിക്കേണ്ടതാണ്.
ഗുരുപ്രീതി അനിവാര്യമാണ്. കുംഭരാശിക്കാരായ ആളുകൾ ശാസ്താവിനെ പ്രീതിപ്പെടുത്തണം. പോരുരുട്ടാതി വ്യാഴാഴ്ച വന്നാൽ വിഷ്ണു ഭജനം ഗുണഫലം നൽകുന്നതാണ്. പോരുരുട്ടാതി, പുണർതം, വിശാഖം എന്നീ നാളുകളിൽ അമ്പല ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.